എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ്. ഈ ഒരു പുസ്തകത്തിന്റെ പേരെന്താണ്? ചാർലിയും ചോക്ലേറ്റ് ഫാക്ടറിയും. ഈ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതെ, ചാർലി എന്ന ഒരു ബാലന്റെയും അവൻ എത്തിപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെയും കഥയാണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാനാവുന്നത്. ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയത്? റോald ദാൽ എന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ സംഭാവനയാണ് ഈ ഒരു പുസ്തകം. റോald ദാൽ എഴുതിയ പുസ്തകങ്ങൾ ആകെ മൊത്തം 300 മില്യൺ കോപ്പിയോളം വിറ്റുപോയിട്ടുണ്ട്. അതായത് 30 കോടിയിലധികം കോപ്പികളാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോകമെമ്പാടും വിറ്റുപോയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിരുന്ന പുസ്തകവും ഇദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത്, ചാർലിയും ചോക്ലേറ്റ് ഫാക്ടറിയും. നമുക്കിനി ഈ പുസ്തകത്തിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. ചാർലി എന്നൊരു ബാലൻ, അവനൊരു ദരിദ്രനായ ബാലനാണ്. അവൻ്റെ അച്ഛൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവൻ്റെ കുടുംബത്തിലോ ആകെയുള്ളത് 7 പേർ. ചാർലി, അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അച്ചച്ചൻ, അച്ചമ്മ, ഇത്രയും പേർ ചേർന്ന ഒരു കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതിനായി ചാർലിയുടെ അച്ഛൻ നന്നായി കഷ്ടപ്പെടുന്നത് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാനാവുന്നുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ സ്കൂളിൽ പോയി പഠിക്കാനോ ചാർലിക്ക് കഴിയുന്നില്ല. കാരണം അതിനുള്ള പണം അവന് വീട്ടിൽ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലോകപ്രശസ്തമായ വോങ്ക ഫാക്ടറിയിലെ സ്ഥാപകനായ വില്ലി വോങ്ക ഒരു കാര്യം തീരുമാനിച്ചു. ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണുന്നതിനായി കുട്ടികൾക്ക് അവസരം നൽകിയാലോ? അതിപ്പോൾ എങ്ങനെ നൽകും? കുറച്ച് കുട്ടികളെ വിളിച്ചാലോ? വേണ്ട, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ വിഷമാവും. അങ്ങനെ വില്ലി വോങ്ക എന്ത് ചെയ്തു എന്നറിയോ? ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ചോക്ലേറ്റ് ബാറിൻ്റെ 5 കോപ്പികളുടെ ഉള്ളിൽ സ്വർണ്ണ ടിക്കറ്റ് ഒളിപ്പിച്ചു വെച്ചു. ഈ ഒരു ടിക്കറ്റ് കൊണ്ട് ആ ഫാക്ടറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആ ഫാക്ടറി മുഴുവൻ കാണാം, ചോക്ലേറ്റുകൾ രുചിച്ചു നോക്കാം, ആനന്ദത്തിൽ അർമാദിക്കാം. ആദ്യം ഈ ചോക്ലേറ്റ് കിട്ടിയ 4 പേരും ധനികരുടെ മക്കളായിരുന്നു. കാരണം അത്രയ്ക്ക് വില പിടിച്ച ചോക്ലേറ്റുകളായിരുന്നു ഈ ഒരു വോങ്ക ഇറക്കുന്നുണ്ടായിരുന്നത്. ചാർലിയെ പോലെ ഒരു ബാലനൊന്നും ഇത് വാങ്ങുന്നതിനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചാർലിക്ക് ഇതൊന്ന് കഴിച്ചു നോക്കണം, പറ്റുകയാണെങ്കിൽ ആ ഫാക്ടറിയിലേക്കൊന്ന് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചാർലിയുടെ മുത്തശ്ശൻ ഇവന് ഒരു ദിവസം ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുകയാണ്. അവർ ആകാംക്ഷയോടെ അതിൻ്റെ പാക്കറ്റ് പൊളിച്ചു നോക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. അതിൻ്റെ അകത്ത് നിന്ന് അവർക്ക് ഗോൾഡൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അത് വെറും ഒരു ചോക്ലേറ്റ് ബാർ മാത്രമായിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു, ചാർലി, കുഴപ്പമില്ല, ധനികരൊക്കെ ഒരു ടിക്കറ്റ് കിട്ടുന്നതിനായി 100ഉം 1000ഉം ചോക്ലേറ്റുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. നമ്മളെക്കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ, മോൻ അതങ്ങ് കഴിക്കൂ. അങ്ങനെ ചാർലി അത് കഴിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയി. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴി നിലത്ത് നിന്നും അവരൊരു നാണയത്തൊട്ട് കിട്ടി. അവനത് നോക്കി. അവൻ ഉടനെ തന്നെ അടുത്തുള്ള കടയിലേക്ക് പോയി അവിടെ നിന്നും ഒരു വില്ലി വോങ്ക ചോക്ലേറ്റ് വാങ്ങി പൊട്ടിച്ചു. അവൻ സാധാരണ പോലെ അത് തിന്നാൻ വേണ്ടിയാണ് നോക്കിയത്. എന്നാൽ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണ ടിക്കറ്റ് ഉണ്ടായിരുന്നു. കടയിൽ വന്നവരെല്ലാം അത് കണ്ട് ചുറ്റും ഓടിക്കൂടി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനായി നാട്ടുകാരും വന്നു. അവർ പറഞ്ഞു തുടങ്ങി, ചാർലി, എടാ മോനെ, അതൊന്ന് താടാ, ഞാൻ നിനക്ക് $10 തരാം. അടുത്തുള്ളയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് 10 അല്ല 20 അല്ല $100 തരാം, അത് തരൂ. എന്നാൽ കടക്കാരൻ അവനോട് പറഞ്ഞു, ചാർലി, ഇവർ പറയുന്നതിലൊന്നും നീ വഴങ്ങരുത്. കാരണം ഇതിന് കോടികളുടെയും ലക്ഷങ്ങളുടെയും സ്വത്തുണ്ട്. നീ ഈ ടിക്കറ്റ് കൊണ്ട് വേഗം വീട്ടിലേക്ക് പോവുക. ചാർലി ആ ടിക്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഓടി. അവൻ്റെ പ്രിയപ്പെട്ട മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛാ, എനിക്ക് സ്വർണ്ണ ടിക്കറ്റ് കിട്ടി, നമുക്ക് നാളെ തന്നെ ഫാക്ടറിയിലേക്ക് പോകാം. പിറ്റേ ദിവസം അവനും അവൻ്റെ സ്വന്തം മുത്തച്ഛനും കൂടെ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ചകൾ ചാർലി എന്നല്ല നമ്മൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. കാരണം എന്താണ്? അവിടെയുള്ളത് മുഴുവൻ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് പുഴ, ചോക്ലേറ്റ് കടൽ, അതാ ചോക്ലേറ്റ് പർവ്വതങ്ങൾ. ചാർലിയും അവിടെയുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. എന്നാൽ ബാക്കിയുള്ളവരൊന്നും ചാർലിയെ പോലെ ആയിരുന്നില്ല. അവരെല്ലാം സ്വയം ചോക്ലേറ്റ് എടുത്ത് തിന്നുന്നതിനായാണ് നോക്കിയത്. അവർ അവിടെ നിന്നും ചോക്ലേറ്റ് എല്ലാം വാരിക്കൂട്ടി ഉടുപ്പിനിടയിലും പോക്കറ്റിലും എല്ലാം തുരുകി വെച്ചു. എന്നാൽ ഒരുപാട് പേർക്ക് അവിടെ നിന്ന് അപകടങ്ങളും പറ്റി. അവർ ഉടനെ വീട്ടിലേക്കും പോയി. ചോക്ലേറ്റ് മല കയറാൻ നോക്കിയവർ അതിൻ്റെ ഉള്ളിൽ നിന്നും താഴെ വീണു. കടലിലേക്ക് നീന്താൻ പോയവർ ചോക്ലേറ്റിൽ മുങ്ങിപ്പോയി. ഓരോരുത്തർക്കും ഓരോ പണി തന്നെ കിട്ടി. ബാക്കി വന്നത് ചാർലി മാത്രം.
ചാർലിക്ക് പിന്നെ ചാർലിയെ തേടിയിരുന്നത് ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു. ഇത് കാണുന്നതിനായി നിങ്ങൾ ഈ കാണുന്ന പുസ്തകം വായിക്കുക. കാരണം ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നാം ജീവിക്കണമെന്ന്. ചാർലിയെ പോലെ ആവുന്നതിനായി നാം പ്രയത്നിക്കുക. അതെ, ഒരിക്കലും നമ്മളൊരു സ്വാർത്ഥനാവരുത്, സമർത്ഥനാവണം, ഒരു ദയാലുവായിരിക്കണം, മറ്റുള്ളവരെ സഹായിച്ച് ജീവിതം മുന്നോട്ട് പോകണം. നന്ദി.